ആ സമയത്ത് ചെയ്യാനുള്ളതാണ്. പിരിവുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും എഴുന്നേറ്റുണ്ടെങ്കിൽ പിരിവില്ല. അത് വിചാരിച്ചിട്ട് നിങ്ങൾ പോകണ്ട. ഉസ്താദ് പിരിക്കാൻ പോകാന്ന് കരുതണ്ട. എല്ലാവരും പണ്ഡിതനാണ്, ഞാൻ മാത്രം പണ്ഡിതൻ, ഫണ്ട് ഉണ്ടാക്കണം. എല്ലാ ഉസ്താദന്മാരും പണ്ഡിതന്മാരാണ്. അത് പറഞ്ഞേ, എന്നെ മാത്രം പണ്ഡിതൻ, എല്ലാത്തിനും ഫണ്ട് ഉണ്ടാക്കുന്നതാണ്. ഫണ്ട് ഉണ്ടാക്കണ ജോലി എനിക്കാണ്. അള്ളാഹു കാലത്ത് തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയോട് വിട പറയുകയാണ്, ഹിജ്റ നടക്കുകയാണ്. പാതിരാ സമയത്ത് കഅബാലയത്തിന്റെ ഓരത്തുകൂടി നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയം വല്ലാതെ പൊട്ടിപ്പിളർന്നു പോയി. താൻ കളിച്ചു നടന്ന നാടിനോട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കൈ പിടിച്ച് താൻ കളിച്ചു നടന്ന മണ്ണിനോട് വിട പറയുകയാ. ആരുടെയും മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ടാകുന്ന സമയം, പാതിരാ സമയത്ത് കഅബാലയത്തിനോട് വിട പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് മക്കയുടെ അതിർത്തിയിൽ വന്ന് തിരിഞ്ഞു നിന്ന്, കഅബാലയമേ, നിന്നോട് ഞാൻ സലാം പറയുകയാണ്. ഒന്നുമില്ലാതെ ഏകനായി അനാഥനായി ഞാൻ കടന്നു വന്നപ്പോ കഅബയുടെ തിരുമുറ്റത്താണ് ഞാൻ ആശ്വാസം തേടിയത്. എന്റെ പിതാവ് എനിക്ക് നഷ്ടപ്പെട്ടപ്പോ, പ്രസവിച്ചു ബാല്യകാലത്തിലെ എന്റെ ഉമ്മ നഷ്ടപ്പെട്ടു പോയപ്പോ, അനാഥനായി മക്കളില്ലാതെ, വാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ നിന്റെ മുറ്റത്ത് വന്ന് നിന്നപ്പോ, കഅബാലയമേ, നീയാണ് എനിക്ക് അഭയം തന്നത്. നിന്റെ മുറ്റത്താണ് ഞാൻ എന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങൾ പറഞ്ഞു തീർത്തത്. കഅബയെ നിന്നെ വിടാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല, പക്ഷേ ശത്രുക്കൾ സമ്മതിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകപ്പുറത്തേറി അള്ളാഹുവിന്റെ റസൂൽ പോവുകയാണ് മദീനയിലേക്ക്. സഹാബത്ത് പുറകെയുണ്ട് റസൂലുള്ളാഹിയുടെ കൂടെ. അവരാണ് മുഹാജിരീങ്ങൾ. സമയമില്ല പറഞ്ഞു നിൽക്കാണ്. ഹിജ്റ ചെയ്തവർ, എല്ലാം വെടിഞ്ഞവർ, എല്ലാം വെടിഞ്ഞ മുഹാജിരീങ്ങൾ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ആ മുഹാജിരീങ്ങളായ സഹാബത്തും അള്ളാഹുവിന്റെ റസൂലും മദീനയിലോട്ട് പോകുമ്പോ അതാ മദീന നഗരം ഒരുങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ വരുന്നെന്ന സന്തോഷ വാർത്ത അറിഞ്ഞ് ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ എത്തുന്നതിന് മുമ്പേ മദീനത്തെത്തിയിട്ടുണ്ട്. അവിടേക്ക് ദീൻ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. മിസ്അബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപമേ മദീനക്കാരുടെ മുമ്പിലുള്ളൂ. ഈ ഹദ്ദാദ് നഗറിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ജനായിരങ്ങളോട് നമുക്ക് ഈ സദസ്സിന് മദീനയാക്കണം. ഈ സദസ്സിന് അവസാനിക്കുന്നത് വരെ മദീനയാകണം. അവസാനിച്ചാൽ മദീന. സ്വന്തം നാട് വിട്ട്, വീട് വിട്ട്, കൂട് വിട്ട്, മക്കളില്ല, ഭാര്യയില്ല, പുത്ര കളത്രാദികളില്ല, മിത്രാദികളില്ല, എല്ലാം വെടിഞ്ഞ് ഒരു നാട്ടുകാർ വരുമ്പോ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത അടയാളം മാത്രമേ ഉള്ളൂ. മദീന നഗരം മുഴുവനും അലങ്കൃതമാകുന്നു. ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി വീട് ശരിയാക്കി. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഓരോ വീടുകളും റസൂൽ ആതിഥ്യമരലാണ്. എല്ലാ വീടുകളും തയ്യാറായപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിൽ കിടക്കണം, എന്റെ വീട്ടിൽ കിടക്കണം. ഒരൽപ്പം പറഞ്ഞാൽ കാസർഗോഡുകാർക്ക് ആ ഒരു അടയാളമുണ്ട്. പലപ്പോഴും ഞാൻ ഇവിടെ വന്നിന് വരുമ്പോ ഓരോരുത്തരും പറയും, ഉസ്താദേ എന്റെ വീട്ടിൽ കിടക്കുമോ? ഇന്ന് ഞാൻ വന്നപ്പോ എത്രയോ സഹോദരങ്ങൾ എന്റെ വീട് തയ്യാറാണ് ഉസ്താദേ. എല്ലാവർക്കും അല്ലാഹു ആ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആദിത്യ മര്യാദയുടെ പുതിയ ഒരു മാതൃക സൃഷ്ടിച്ചവർ നിങ്ങൾ, സ്നേഹത്തിന് പുതിയൊരു പര്യായം ചേർത്തവർ നിങ്ങൾ, സ്നേഹമാണ് വലുതെന്ന് ലോകത്തോട് പഠിപ്പിച്ചവർ കാസർഗോഡുകാരെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി മദീനത്തെ ഓരോ വീടും ഒരുങ്ങി. പെൺകുട്ടികളും ആൺകുട്ടികളും കൊച്ചുകുട്ടികൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ നിന്നടാ, അങ്ങനെ അവര് നോക്കുമ്പോ കളത്തുവള്ളക്കാരന്റെ തോണി കാണുന്നത് പോലെ, നദിക്കരയിലൂടെ കളത്തു വഞ്ചി കടന്നു വരുന്നത് പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകപ്പുറത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അങ്ങനെ നിന്ന് ഒരു ചിത്രം കാണുമ്പോ മദീന തുള്ളിച്ചാടുന്നു. മദീന മുഴുവൻ ഹർഷപുളകിതമാകുന്നു. മദീനയുടെ മരുഭൂമിയിൽ വസന്തത്തിന്റെ വല്ലാത്ത അനുരാഗക്കാറ്റ് ആഞ്ഞടിച്ചു. അവര് മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ അങ്ങനെ പൊട്ടുപോലെ കാണുമ്പോ അവര് മുഴുവനും ലോക ചരിത്രത്തിന് ഈരടികൾ പ്രസിദ്ധമായി. സലാം അലൈക്കും या हबीब सलाम या रसूल सलाम
عليكم صلوات الله أيها المبعوث فينا جئت بالأمر المطاع وجب الشكر علينا مرحبا يا خير داعي يا نبي മധുരഗാനം സഹോദരങ്ങളെ കണ്ണു നിറയട്ടെ. ഈ ചുണ്ടുകൾ പറഞ്ഞ ഗാനം മലായികത്തുകൾ ഏറ്റെടുക്കട്ടെ. 115 കഴിഞ്ഞു, ഇന്നും ഈ മധുരഗാനം ചുണ്ടുകളിൽ തട്ടിക്കളിച്ചു. ഇതാര് പാടിയതെന്നറിയോ? ഓരോ നബിദിനത്തിനും നമ്മൾ പാടാറുണ്ട്. നമ്മുടെ സദസ്സിലേക്ക് അഖില വൈത്ത് കടന്നു വരുമ്പോ നമ്മൾ പാടാറുണ്ട്. സഹോദരങ്ങളെ, ഇതാര് പാടിയതെന്നറിയുമോ? ഇത് അൻസാറ് പാടിയ പാട്ടാണിത്. അൻസാറ് പാടിയ പാട്ടുകൾ എവിടെ എത്തിയെന്നറിയുമോ? ലോക ചരിത്രത്തെ മാറ്റിമറിച്ചു. ഇത് നിസ്സാരമല്ല, ഇത് നിസ്സാരമല്ല. അവരുടെ ഏറ്റവും വലിയ സംഘഗാനം ആ സംഘഗാന ചരിത്രത്തിന്റെ അപ്പുറത്തേക്ക് നീണ്ടു. അൻസാറിന്റെ സർവ്വതും ലോക ചരിത്രത്തിന്റെ ഭാഗമായി. നമ്മൾ പാടാറുണ്ടെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. ആര് പാടിയതാ? ഇപ്പോഴും നിങ്ങൾ ഏറ്റുപാടി. ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ഒരു സമൂഹത്തിന്റെ ഗാനം പാടി. ആര് പാടിയതാണ്? പൊന്നുമോനെ, ഒരു ഗാനം ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡൻ സോങ് ഏതാ? ഈ സോങ്ങാണ്. അല്ലാതെ യേശുദാസിന്റേതല്ലേ. യേശുദാസ് തുടങ്ങിയിട്ട് 50 വർഷമേ ഉള്ളൂ. സലീം കോടത്തൂർ തുടങ്ങിയിട്ട് എത്ര വർഷമായി? മോനെ, ലോകത്തിലെ എവർഗ്രീൻ സോങ് ഏതാണ്? അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് എനിക്കാണ് പാടാറില്ല. നൗഷാദ് വാക്കിലെയാണ് പാടിയത്. അദ്ദേഹത്തിന്റെ തൊള്ളയിൽ പോയി. തീ പുകഞ്ഞത് അടുപ്പിലല്ല, എന്റെ നെഞ്ചിലാണ്. അത് പാടിയിട്ട് കാര്യം നരുമ്പോ വിളിച്ചോണ്ട് പോകണം, അല്ലെ മഹർ കൈ വേണം. ഇതൊന്നും അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞ് കെട്ടിച്ചേക്കൂല്ലേ? നീ ചുമ്മാ ഇതൊക്കെ തന്നെ പാട്ട്. എടാ മോനെ, ഇതൊന്നുമല്ല, ലോകത്തിലെ എവർഗ്രീൻ സോങ് ഏടാ. പഠിച്ചോളി. എനിക്കിങ്ങനെ പറയാനാണ് ഇഷ്ടം. അത് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വീകരിച്ച അൻസാറുകൾ പാടി. അൻസാറുകൾ പാടി. മദീനത്തിലെ മാമരങ്ങളും മാമയിലുകളും മദീനത്തിന്റെ എല്ലാം ഏറ്റുവാങ്ങിയ പാട്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രം കാണുമ്പോ മിസ്അദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കണ്ടപ്പോ ഇവിടെ ചരിത്രം പറക്കുകയായി. ലോക ചരിത്രത്തിന്റെ കണ്ണുകൾ കൂട്ടിയിണക്കുകയായി. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കാണുമ്പോ അവർക്ക് മനസ്സിലായി നടന്നു വരുന്നതാരാണ്. ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി ഒട്ടകപ്പുറത്തിരുന്ന് തങ്ങളുടെ മുമ്പിലോട്ട് വരുന്ന റസൂലുള്ളാഹിന്റെ ചിത്രം കണ്ടപ്പോ നീലവികായിച്ചിൽ നിവർന്നു കിടക്കുന്ന നീലനിശീതിനിയുടെ നിശബ്ദമായ നിശീതിനിയുടെ നിറവിൽ നീലാകാശത്തിന്റെ നീലാംബരത്തിൽ നിറഞ്ഞൊടുകുന്ന നീലക്കണ്ണുള്ള നീലാപക്ഷിയുടെ നിശ്ചല ചിത്രം പോലെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു വരുമ്പോ ഓടിച്ചെന്ന് അൻസാറുകൾ മദീനക്കാര് പറക്കുകയാണ്. അൻസാറുകൾ പറക്കുകയാണ്. ഓടിച്ചെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്ത് വരുമ്പോ ഓരോരുത്തരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചു. നബിയെ, എന്റെ വീട്ടിലേക്ക്. റസൂലേ, എന്റെ വീട്ടിലേക്ക്. ഇരുലോകത്തിന്റെ പ്രകാശമേ എന്റെ വീട്ടിലേക്ക് വന്നുദിച്ചാലും അറബിന്റെ നായകനെ എന്റെ വീട്ടിൽ കിടന്നാലും നൂറുകണക്കിന് ആളുകൾ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചു. സഹോദരങ്ങളെ, അൻസാറുകൾ ഇതാണ്. ഹദ്ദാദ് നഗര അൻസാറുകളുടേതായി മാറട്ടെ. നാടില്ല, വീടില്ല, കൂടില്ല, മക്കളില്ല, ഭാര്യയില്ല, താങ്ങി പിടിക്കാൻ ആരുമില്ല. സമൂഹത്തിന് ഒറ്റപ്പെട്ടു പോയവർ അവര് തങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോ എല്ലാം മറന്നിട്ട് 2 കൈ നീട്ടി സ്വീകരിച്ചവർ. സഹോദരങ്ങളെ, ഈ ഹദ്ദാദ് നഗറിന്റെ മഹർ 2012. ഞാൻ പറയും, ഇത് മദീനയാണ്, മദീനയാണ്. 7 കുടുംബങ്ങളെ സഹായിക്കാൻ ആരുമില്ല, കല്യാണം നടത്താൻ ആരുമില്ല, താങ്ങാൻ ബന്ധുക്കളില്ല. ഓടി വന്നപ്പോൾ ഈ ഹദ്ദാദ് നഗർ മദീനയായി. ഇവിടുത്തെ ആളുകൾ അൻസാറുകളായി. 5 പവൻ കൊടുത്തവരുണ്ട്, 10 പവൻ കൊടുത്തവരുണ്ട്. സഹോദരങ്ങളെ, സ്വയം അത് ഏറ്റെടുത്തവരുണ്ട്. നിങ്ങൾ അൻസാറുകളാണ്, നിങ്ങൾ അൻസാറുകളാണ്. അവര് നോക്കിയില്ല, എന്റെ വീട്ടിലേക്ക് വാ നബിയേ. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു. ആരും മാറി നിന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കുന്ന വദനത്തോടെ പറഞ്ഞതത്രേ, ദരിഹ, ആ ഒട്ടകത്തെ വിട്ടേക്കുക. ഫഇന്നഹാ മഅ്മൂറാ, ഫഇന്നഹാ മഅ്മൂറാ. ആ ഒട്ടകം കൽപ്പന കിട്ടിയ ഒട്ടകമാണ്. ആരുടെ
വീട്ടിലാണ് എന്നെ എത്തിക്കേണ്ടതെന്ന് ഈ ഒട്ടകത്തിന് പോലും അറിയാം. എന്റെ ശബ്ദം ശ്രമിക്കുന്നവരോട് ഒരു കാര്യം പറയാനാണ് ഞാനിത് പറഞ്ഞത്. അൻസാറിന്റെ ചരിത്രം ഇവിടെ തുടങ്ങുകയാണ്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അൻസാറുകളുടെ ചരിത്രം നാളെയും അവസാനിക്കുകയില്ല. ഇത് വല്ലാത്ത ചരിത്രം, ലോകം തിരുത്തി കുറിച്ച ചരിത്രം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടേക്കുക, വിട്ടേക്കുക. ആ ഒട്ടകത്തിന് കൽപ്പന കിട്ടിയിട്ടുണ്ട് ആരുടെ വീട്ടുമുറ്റത്താണ് ഇറങ്ങേണ്ടതെന്ന്. എല്ലാവരും ഓടി വന്ന് കടിഞ്ഞാൻ പിടിച്ചവര് വിട്ടു. സഹോദരങ്ങളെ ഒട്ടകം നടക്കാൻ തുടങ്ങി. എവിടേക്കെന്നറിയോ? ആ മദീനയിൽ ഒരാളുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. എല്ലാവരും റസൂലുള്ളാഹിനെ കാത്തു നിൽക്കുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി മാത്രം വീടിന്റെ അകത്തിരുന്നു. തന്റെ വീടൊരു ചെറിയ വീടാണ്. അള്ളാന്റെ റസൂല് തന്റെ വീട്ടിൽ വരുമോ? അള്ളാന്റെ റസൂല് തന്റെ ആദിത്യം അരുളുമോ? മദീനയിലെ ഗോത്രപ്രമുഖന്മാര് റസൂലുള്ളാഹിനെ വിളിക്കാൻ കാത്തിരിക്കുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. മനസ്സിന് വല്ലാത്ത ആഗ്രഹമുണ്ട്, അള്ളാന്റെ റസൂലിന്റെ വീട്ടിലൊന്ന് വന്നിരുന്നെങ്കിൽ. ആഗ്രഹമുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ആഗ്രഹിക്കുക. ആഗ്രഹത്തിന്റെ പവർ എന്താണെന്നറിയോ? കൈകൊണ്ട് ചെയ്തതല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടായി. വീടിന്റെ ഉള്ളിൽ നിന്ന് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് വന്നാലോ? റസൂലുള്ളാഹിയുടെ ഒട്ടകം നടക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിയുടെ ഒട്ടകം നടക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിയുടെ ഒട്ടകം നടക്കാൻ തുടങ്ങി. ഒരു ഗോത്രപ്രമുഖന്റെ മുമ്പിലല്ല, എല്ലാവരും ഓർത്ത് എന്റെ വീട്ടിലോ ഈ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് ആ വീട്ടിലാണ് ഞാൻ താമസിക്കുക. ഓരോ വീടിന്റെ മുമ്പിലെത്തുമ്പോഴും ഉടമസ്ഥന്മാരോട് എത്തി എന്റെ വീട്ടിലാണോ ഒട്ടകം മുട്ടുകുത്തുക. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ആഗ്രഹമാണ് വലുത്, ആഗ്രഹമാണ് വലുത്. അവിടെ ഒട്ടകം പോലും മുട്ടുകുത്തുകയുള്ളൂ. ആഗ്രഹമാണ് വലുത്, ആഗ്രഹമാണ് വലുത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിലിരുന്ന് ആഗ്രഹിച്ചു. ഒട്ടകം നേരെ വന്ന് അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീടിന്റെ മുമ്പിൽ മുട്ടുകുത്തി. അല്ലാഹുവിന്റെ റസൂല് താഴെ ഇറങ്ങി. പൊന്നുമക്കളെ, പണമല്ല, സമ്പത്തല്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടല്ലോ. ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പ്രാണി പോലും നിന്റെ വീടിന്റെ മുമ്പിൽ വരുമ്പോ ഒട്ടകത്തെ പോലും വലിച്ചു തന്റെ വീട്ടിൽ കൊണ്ടുവന്നു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം, ആ ആഗ്രഹമാണ് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചതെങ്കിൽ 2012